അമ്മൂസാണ് ഇന്നത്തെ ഡ്രൈവിംഗ്. അമ്മൂസ് വളരെ അത്യാവശ്യം തിരക്കുള്ള റോഡിലാണ് ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത്. അമ്മൂസിൻ്റെ കോൺഫിഡൻസ് അല്പം വർദ്ധിച്ചു എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അമ്മൂസിനുണ്ടോ? അമ്മൂസിന് എന്നെക്കാട്ടി കൂടുതലായിരിക്കും, എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇന്ന് സ്വന്തമായിട്ട് ഈ തിരക്കിലൊന്ന് കൊടുക്കാമെന്ന് ഞാനൊന്ന് ചിന്തിച്ചു. ധൈര്യത്തെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ബ്രേക്ക് ഞാൻ അമ്മൂനെ കൊടുത്തു. അതെ, ധൈര്യമില്ലാതെയും ആത്മവിശ്വാസമില്ലാതെയും ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതെൻ്റെ ചേട്ടത്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അല്ലാതെ ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മകനും എൻ്റെ ചേട്ടത്തിയുമാണ് അതിന് കാരണം. ഇതൊക്കെ ബ്രേക്ക് ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. ഇടതടവില്ലാതെ തലതിരിഞ്ഞ ആൾക്കാർ വണ്ടിയും കൊണ്ടുവരും. വണ്ടി എടുക്കുന്നവരുടെ എല്ലാം വിചാരം അവരങ്ങ് എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് ആണെന്നാണ്. എല്ലാവർക്കും പോകണമെന്നും ചിന്തയില്ല, എനിക്ക് മാത്രം പോയാൽ മതി എന്നുള്ള ഒരു ചിന്ത. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ വിജയകരമായി റെയിൽവേ റോഡിലെത്തി. എവിടുന്ന് ഓടിച്ചെന്ന് പറയാം. 3-ാം കുറ്റി തൊട്ട് പതുക്കെ 3-ാം കുറ്റിയിൽ നിന്ന് തൊട്ട് നമ്മൾ റെയിൽവേ റോഡ് വരെ അത്യാവശ്യം തിരക്കുള്ള റോഡിൽ അമ്മൂസ് ആദ്യമായി ഡ്രൈവ് ചെയ്തു. നമ്മൾ സിഗ്നൽ ഇട്ട് തിരിയുകയാണ് നമ്മളുടെ റോഡിലേക്ക്. ഓട്ടോക്കാരൻ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. അവരാണ് മിടുക്കർ. അത്രയും വണ്ടി അവിടെ തിരിയാൻ കിടക്കുന്നു. അവൻ്റെ മുണ്ടയ്ക്കൂടെ കയറി അവൻ തിരിഞ്ഞിട്ട് പോകും. ഇങ്ങനെയൊക്കെ ഉള്ള ഡ്രൈവിങ്ങിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടാകും. അമ്മൂസ് കണ്ടുപിടിച്ചു, ഇങ്ങോട്ട് പിടിക്കും വണ്ടി. അല്ലെങ്കിൽ സ്കൂട്ടറുകാരൻ നമ്മുടെ ബോണറ്റിലിരിക്കും. അവനെ കൂടെ കൊണ്ടുപോകല്ല, നമുക്ക് തന്നെ പോയാൽ മതി. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ തിരക്കില്ലാത്ത റെയിൽവേ റോഡിൽ ഇപ്പോൾ അത്യാവശ്യം തിരക്ക് കുറവാണ്. അങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നു. പഠിച്ചെടുക്കണം എന്നതിലുപരി പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏത് വിഷയങ്ങളാണേലും അങ്ങനെ തന്നെ. നിർത്തിക്കോ, ഇനിയിപ്പോ കുറെ നേരമായി.